വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതിപ്പോൾ ആരാണെങ്കിലും, ഇപ്പോൾ ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വന്ന് പോകുമ്പോൾ കുറച്ച് ഇമോഷണലായിട്ടായിരിക്കും എല്ലാവരും പോവുക. പ്രത്യേകിച്ച് നമ്മളെ യാത്ര അയക്കാനായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോയി തുടങ്ങിയ ടൈം തൊട്ടിട്ട് കുറച്ച് നാൾ എനിക്കൊന്ന് കിടു ബേബി ഉണ്ടാവുന്നത് വരെ, കിടു ജനിക്കുന്നത് വരെ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കരയായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ടൈമാകുമ്പോൾ എൻ്റെ ചേച്ചിമാരും അവരൊക്കെ വീട്ടിലുണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ഞാൻ കരയും. അമ്മേനെ കാണുമ്പോൾ സങ്കടം വരും, ഞാൻ കരയും. എന്നിട്ട് അമ്മയൊക്കെ പറയും, നീ ഇങ്ങനെ കരയുമ്പോൾ അവിടെ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിക്കും എനിക്കിവിടെ എന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ കരയില്ലെങ്കിൽ എന്തിനാ ഞാൻ കരയണം എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്നോട്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല കേസ്. നമ്മൾ കുറച്ച് അതെന്താണല്ല ടൈം നമുക്ക് കുറച്ച് ഭയങ്കര ഇമോഷണലായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പോരുകയാണ്, ഇനിയിപ്പോൾ അടുത്ത ഒരു 2-3 മാസം കഴിയണം വീട്ടിലേക്ക് വരാൻ, നിൽക്കാൻ എന്നൊക്കെ കുറേ ദിവസം നിൽക്കാൻ. നമുക്ക് വീട്ടിലേക്ക് പോവാം, പക്ഷെ കുറേ ദിവസം നിൽക്കണമെങ്കിൽ 2-3 മാസം കഴിയണം എന്നൊക്കെ ആലോചിച്ചിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനും കരഞ്ഞായിരുന്നു. ചേച്ചി പക്ഷെ ഇപ്പോൾ ചേച്ചി എനിക്ക് തോന്നുന്നു അമ്പുടം ഉണ്ടായതിന് ശേഷം ചേച്ചി അങ്ങനെ വന്നു പോകുമ്പോൾ എപ്പോഴും കരയാറില്ല, റയറായിട്ടൊക്കെ എന്നാലും ചേച്ചി കരയാറുണ്ട്. അത് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കരയുന്ന ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇന്നലെ ചേച്ചി പോകുമ്പോൾ കേട് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കോട് സ്കൂളിൽ പോയേക്കായിരുന്നു. യുമോള് പക്ഷേ സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കില്ലേ, അങ്ങനത്തെ നിർത്തായിരുന്നു ഉമ്മോളുടെ അമ്പുളം ആശ്വസിപ്പിക്കാൻ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഇമോഷണലായി പോകും. ഇന്നലെ തന്നെ നമുക്ക് സങ്കടം വന്നെങ്കിലും ആരും അങ്ങനെ പൊട്ടിക്കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുക, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബില്ലോ. ഞാൻ 10 ഉമ്മ വരട്ടെ പോവാണല്ലേ. ഒരു 5 ദിവസത്തിന് മുമ്പ് അതെന്തത് അവിടെയൊക്കെ എടുത്തിട്ട് പോകുന്നു. നാടുവിടാണ് സുന്ദിക്ക് വിഷമമുണ്ട് കേട്ടോ. സുന്ദി വിഷമിച്ച് അങ്ങോട്ട് നടക്കാണ്. കാര്യം എന്താണെന്നറിയോ, അമ്മാന്ന് വെച്ചാൽ അവരുടെ ജീവനാണ് അല്ലേ. അമ്മാനെന്ന് പറഞ്ഞാൽ അവര് അമ്മ വരാന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന പോലെ. കാര്യം എന്താ അമ്മാനും ഏതാട്ടാ വാച്ച് കൈമേ എന്റെ അമ്പുടോ കിടമോളം വീണ രാജ എന്റെ കിടുമോളും എന്താ ഞാൻ കിടുമോള് എന്ന് പറയാ. പൊട്ടിച്ചാ അമ്പുടുവേ എടുക്കണ എന്റെ അമ്പുടും മോളും ഇല്ലേ. ഞാൻ ഇവിടുന്ന് പോയാലേ അമ്പുടു വാന്നല്ല പറയാ അവര്, അമ്മാൻ വാ ഇപ്പൊ വാ പറയാ. ഞാൻ പറയാം അമ്പുടു കിടു അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം, അവിടെ അമ്പുടും കിടുവും മോളും ഇപ്പൊ വാ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് വരാന്നൊക്കെ പറഞ്ഞ് കിടുന്ന് സ്കൂൾ വരെ ഉണ്ടായിരുന്നു. അറിയോ എനിക്ക് എല്ലാവരും ചേച്ചിയുടെ വീട് തൊട്ട് താഴേക്കായിരുന്നു അല്ലേ. മോളെ വിഷമാണോ അമ്മ പോണേന്റെ? എന്റെ അടുത്തേക്ക് വരുന്നില്ല, ഞാൻ വിളിച്ചാ വരാതെ ഓടി പോവള്. സുന്ദി സുന്ദിക്ക് മുമ്പോട്ടമ്പടും അതിന് പോകണ്ടെന്നോട്ട് പറഞ്ഞല്ലോ മുതലേ. ഇതിലോട്ട് പറഞ്ഞില്ല, അത് കേട്ട ചെയ്തോളാം. ഇന്നലെ പറഞ്ഞല്ലോ ഏട്ടോ സ്കൂളിലേക്ക് ഞങ്ങൾ പോണോ. എന്താണ് ഒന്നുമില്ലേ, അതോ എന്താ രണ്ടുപേർക്ക് വിഷമായിട്ട് നിക്കണ്. എന്താണ് ഉണ്ടാക്കൂ സുന്ദിയേ. സാരില്ല അമ്മായി വരൂട്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കേ ഇറങ്ങ പോവാ. ഇനി നിന്നാ ശരിയാവില്ല, പോട്ടെ. സുന്ദി വരുന്നുണ്ടോ? നടക്ക ചുന്തി വരുന്നില്ല, നമ്മുടെ ഉണ്ണി നടന്നു നടക്ക.
സുന്ദി ഡാൻസിന് പോകണോന്ന്. അച്ഛനെ വന്ന് വിളിക്കുന്നു. ഇങ്ങോട്ട് വായ രണ്ടാള്. രണ്ടാള് വരും. സുന്ദിയുടെ ഭാഗണ്ടേ, സുന്ദിനെ നമുക്ക് കല്യാണം കഴിപ്പിച്ചു വിടണ പോലെ ഉണ്ട്. സുന്ദിയുടെ എക്സ്പ്രഷൻ കാണുമ്പോ വീഡിയോക്ക് സെൻഡ് ചെയ്ത് തരൂ. വീഡിയോക്ക് സെൻഡ് ആലോചിക്കട്ടെ. ഇപ്പൊ തന്നെ അല്ലെങ്കിൽ കിട്ടില്ല. ഞാൻ ആലോചിക്കാം. ഒരു ഉമ്മക്ക് തന്നിട്ട് പോകണം. ഇവമോൾ അപ്പോഴേക്കും നല്ല ഇമോഷണലായി കേട്ടോ. പക്ഷെ അവരുടെ ഏത് വിഷമവും മാറ്റാനാണ് നമ്മൾ അമ്മമാരോട് ഉള്ളത്. ഇവമോൾക്ക് ഇപ്പോൾ ഡാൻസിനോട് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളുടെ വിഷമം മാറ്റാൻ എനിക്ക് ഒരുപാട് നേരം വേണ്ടി വന്നില്ല കേട്ടോ. ഞാൻ അവർ പോയപ്പോഴേക്കും വേഗം അവളെ റൂമിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡാൻസ് പഠിക്കില്ലേ, നമുക്ക് മുദ്രകളൊക്കെ പഠിക്കില്ല എന്ന് വെച്ചപ്പോൾ ആളങ്ങനെ സെറ്റായിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. പതാക, തൃപ്പതാക, ഈ കൈ ഇങ്ങനെ തൃപ്പതാക, അർത്ഥപതാക. ഇതെങ്ങനെ പിടിക്കാപ്പോ അർത്ഥപതാകക്ക്? അർത്ഥപതാക ഇങ്ങനെ. കർത്തരി മുഖം, മയൂരം, മയൂരം. അർത്ഥചന്ദ്രൻ, അരാളം. എങ്ങനെ അരാളം? ഇങ്ങനെ അരാളം. ശുഗതുണ്ടം, 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 ഇങ്ങനെ ഇങ്ങനെ ശുഗതുണ്ടം. മുഷ്ടി ഇങ്ങനെ. ശിഖരം, കവിത്വം, കവിത്വം. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കവിത്വം, കവിത്വം. കടകാമുഖം, കടകാമുഖം. ഇങ്ങനെ പിടിക്ക്, നമസ്കരിക്കുമ്പോൾ പിടിക്കണ പോലെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ. കടകാമുഖം. സൂചി, ചന്ദ്രക്കല. ഇങ്ങനെ പത്മകോശം, പത്മകോശം. സർപ്പശിരസ്, മൃഗശീർഷം. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അടി കണ്ണ. ഇങ്ങനെ കണ്ണ മൃഗശീർഷം. ഇത്ര പഠിച്ചോ? പഠിക്കാം നമുക്ക് ഇനി ഇത്ര. ഓ ഓ ഓ ഇല്ലടാ. ഓ ഓ ഇല്ല ഇല്ല ഇല്ല. ആ ആ എന്താണ്? എന്റെടാ. ഓ ഓ ഓ എന്താണ്? ഓ ഓ ഓ. ഇപ്പോൾ ഉമ്മളുടെ കരച്ചിലാണ് വിചാരിക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിരുന്ന് കരയണമെന്ന് അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്ത് ഞാൻ കുളിപ്പിക്കുമ്പോൾ അവർക്ക് തലയിൽ ഇങ്ങനെ അവർക്ക് ഈ ഈരൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് ഞാനൊരു മരുന്നും ഷാമ്പൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഷാമ്പൂ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തതിനാണ് ഈ കരകളൊക്കെ. ഷാമ്പൂ തേക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. നോർമലി അവർക്ക് ഉപയോഗിക്കുന്ന സബാമേട്ടിൻ്റെ ഷാമ്പൂവിന് അത്രയ്ക്ക് അങ്ങനെ വലിയ പതില്ല. പക്ഷേ ഇതിന് ഡോക്ടർ എഴുതിയ ഷാമ്പൂന് നല്ല പതയുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. ഉമ്മൾക്ക് അല്ലെങ്കിൽ കിടുവിനൊക്കെ ഭയങ്കര പേടിയാണ് ഷാമ്പൂ ഉപയോഗിക്കുന്നത്. പക്ഷേ ഉമ്മൾക്ക് കുറച്ചും കൂടി അധികം പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം അവൾക്ക് ഷാമ്പൂ തേച്ചതിൻ്റെ ഒരു സങ്കടമാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ സെറ്റായിട്ടോ. അതിനാണ് ഈ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാരെങ്കിലും മുടി കെട്ടി തന്നെ ഇഷ്ടമായ മുടി കെട്ടിയത്? അങ്ങനെ ആക്കണം. എന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് മുടി ഊരരുത്.
എന്താണ് അന്ന് അങ്ങനെ എങ്ങനെ ആക്കുക ഞാൻ എൻ്റെ മുടി ഒരു മുളത്തേക്ക് മുടി പോലും ഇല്ലല്ലോ. അതിൻ്റെ മുടി നമ്മളോടിക്ക് പില്ലിട കണ്ണാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇടയിൽ യുമോളിൽ കുറച്ച് ഇമോഷണൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.